നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കിടിലൻ ക്യാമറ ആപ്ലിക്കേഷൻ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു യൂട്യൂബർ ആണോ, അതോ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ആവും. ഒരു യൂട്യൂബർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോസ് എടുക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ഇനി വിളിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സോ കേസ് ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷനാണ് പ്രോ ടെക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് കുറേ അധികം യൂസ്ഫുൾ ആവുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കേസ് പ്രോടെക് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷന് കൊടുത്തിരിക്കുന്നത്. കാര്യം ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിലുള്ള ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കിക്കളയാം. അപ്പോൾ ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ പ്രോ മോഡ് ആക്റ്റീവ് ആണ്. കാര്യം നിങ്ങൾക്ക് പ്രോ മോഡ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അൺലോക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പ്രീമിയം ഒക്കെ അൺലോക്ക് ചെയ്താൽ, പ്രീമിയം പ്ലസ് പോലെ അൺലോക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോ വേർഷൻ. അതല്ല നിങ്ങൾക്ക് ഓട്ടോ വേർഷൻ മാത്രം യൂസ് ചെയ്യാം. ഓട്ടോ വേർഷനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഫോക്കസ് ആണ്. പിന്നെ അതിനകത്ത് ജസ്റ്റ് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഓപ്ഷൻസ്. അതുപോലെ വീഡിയോയുടെ പിക്സൽ, അതായത് നമുക്ക് പിക്സൽ മാറ്റാൻ പറ്റും, FPS മാറ്റാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ക്യാമറയിലും നല്ല ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല. അത് പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ സാധിക്കില്ല, വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് വീഡിയോസ് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ സെറ്റിങ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സെറ്റിങ്സിൽ ഇങ്ങനെ ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്താലേ ബാക്കി കാര്യങ്ങൾ സെറ്റിങ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ റെക്കോർഡിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോയാലോ. സോ ഗൈസ്, അടുത്ത ആപ്ലിക്കേഷനാണ് സൂപ്പർ 16 എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ കാണാം സൂപ്പർ 16. ഇതാണ് ഈ ആപ്ലിക്കേഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഗൈസ്, സൂപ്പർ 16 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കാണാം. ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇത് ഒരു ജസ്റ്റ് സിമ്പിൾ ഇൻ്റർഫേസ് ആണ്. നമുക്കിവിടെ നോർമലിലാക്കി കളറാക്കാം. ഇതിനകത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ അധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. കാരണം നിങ്ങൾ പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഫിൽറ്റേഴ്സ് വളരെയധികം ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറേ അധികം ഫിൽറ്റേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലാണ്, നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ കണ്ടോ, കുറേ ഫിൽറ്റേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില ഫിൽറ്റേഴ്സ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ മാത്രം ചെയ്താൽ മാത്രമേ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഫിൽറ്റേഴ്സ് നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ നമുക്കിവിടെ ഫ്രെയിം റേറ്റ് ഇങ്ങനെ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മോഡലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രെയിമിലായിരിക്കും വരുന്നത്. സെക്കൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ അഡ്ജസ്റ്റ് ആയി വരുമായിരിക്കും. ഇപ്പോൾ ചില ഫ്രെയിമൊക്കെ ഇങ്ങനെ ആയിരിക്കും, ചില ഫ്രെയിം നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും വരുന്നത്. ഇനി ഞാൻ നോർമൽ ഫ്രെയിമിൽ ഇടുവാണ്. കാര്യം നമുക്ക് നോർമൽ മതി, നമുക്ക് മറ്റുള്ള ഫ്രെയിമൊക്കെ ഇട്ട് എടുക്കേണ്ട കാര്യമില്ല, നോർമലിൽ എടുക്കാം. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഇവിടെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്ക്രീനായിട്ട് നിങ്ങൾക്ക് മാറും. ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ എഫക്റ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സിമ്പിളി എടുക്കണമെങ്കിൽ താഴെ F ലോക്ക് എന്ന് പറഞ്ഞാൽ ലോക്കിൻ്റെ ഒരു പടം കാണിച്ച് F കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഫോക്കസ് ആക്കാം. പിന്നെ അതുപോലെ F ഞെക്കുവാണെങ്കിൽ ലോക്ക് ഇയിൽ ഞെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പോസ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് പോസ് കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് മേ ബി അതുണ്ട്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോകാം. സോ ഗൈസ്, അടുത്ത ആപ്ലിക്കേഷനാണ് സിനിമ F5 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അറിയായിരിക്കാം, കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഈ ആപ്ലിക്കേഷനകത്ത് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല, വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഈ ആപ്ലിക്കേഷനകത്ത്. ഇപ്പം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഈ ആപ്ലിക്കേഷനകത്തില്ല. പിന്നെ സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് കുറേ അധികം സെറ്റിങ്സിൽ കാര്യങ്ങൾ, വീഡിയോയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല, ഇതിനകത്തൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതൊരു വീഡിയോ എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ കുറച്ച് മെനു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അവിടെയും കുറേ ഫിൽറ്റർ ഉണ്ട്, ലൈറ്റ്, അതുപോലെ നമ്മുടെ
ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. താഴെയും കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോകാം. ലാസ്റ്റ് വൺ ആപ്ലിക്കേഷനിലോട്ട്. സോ ഗൈസ്, ലാസ്റ്റ് വൺ ആപ്ലിക്കേഷനാണ് പ്രോ ക്യാം എക്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നോർമലി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാനും യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് 2 ഓപ്ഷൻസും ലഭ്യമാണ്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പോർട്രേറ്റ് രീതിയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് രീതിയിൽ യൂസ് ചെയ്യാം. മറ്റേ വീഡിയോ എടുക്കുന്ന ആപ്ലിക്കേഷൻ നോർമലി നമുക്ക് പോർട്രേറ്റിൽ പറ്റില്ല, അതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് രീതിയിൽ തന്നെ വീഡിയോസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പോർട്രേറ്റിലും ലാൻഡ്സ്കേപ്പിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിവിടെ കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിക്സലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളും മെഗാ പിക്സൽ നിങ്ങൾക്ക് 13 MB ക്യാമറ ഉള്ള ഒരു മെഗാ പിക്സലുള്ള ഫോണാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് 9 MB മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതിനകത്ത് 13 MB എടുക്കാത്തതിൻ്റെ കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ലൈറ്റ് വേർഷനാണ്. ഇതിൻ്റെ പെയ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഒറിജിനൽ വേർഷൻ ഒരു പെയ്ഡ് വേർഷനായിട്ടാണ് കിടക്കുന്നത്. ഒറിജിനൽ വേർഷന് അത് നമ്മൾ ഇത്ര രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഒറിജിനൽ വേർഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈറ്റ് വേർഷന് നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പിക്സലും കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇപ്പോൾ 180 പിക്സലിലൊക്കെ ഇട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, 720 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് സെറ്റിങ്സൊന്നും ഒറിജിനൽ വേർഷനകത്തുള്ള സെറ്റിങ്സ് ഒന്നും നമുക്ക് ഈ ഒരു ലൈറ്റ് വേർഷനകത്ത് കിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മേളിൽ കുറച്ച് സെറ്റിങ്സ് ഓൺ ആവാതെ കിടക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഓൺ ആക്കാം. ചില സെറ്റിങ്സ് ഓൺ ആക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റൺ ആവണമെന്നില്ല, ചെറിയ ലാഗും കാര്യങ്ങളും അനുഭവപ്പെടും. പിന്നെ ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ എളുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും കേസ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പ്രൊഫഷണലായിട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ ക്യാം തന്നെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാര്യം മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നവർക്ക് ഏറ്റവും പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത് മൊബൈലിൻ്റെ തന്നെ ഒറിജിനൽ ക്യാമറ തന്നെ ആയിരിക്കും. കാര്യം ഞാൻ ആ ഒരു ക്യാമറ തന്നെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാര്യം നമുക്ക് ആ ക്യാമറയിൽ കിട്ടുന്ന പിക്സൽ ക്വാളിറ്റി ഒരിക്കലും നിങ്ങൾ റെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടില്ല. കാര്യം അതിൻ്റെ പിക്സൽസ് എല്ലാം കറക്റ്റ് കിട്ടുന്നത് ആ മൊബൈലിൻ്റെ ഒറിജിനൽ ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫോൺ അല്ലെങ്കിൽ ആ ഒരു ഫോൺ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ആ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുമ്പം കമ്പനി ആ ഒരു മെഗാ പിക്സൽ താങ്ങുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സെയിം ഡിവൈസ് അല്ലെങ്കിൽ റെഡ്മിയുടെ തന്നെ ഇപ്പോൾ റെഡ്മി 7-നകത്ത് റെഡ്മി 7S ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 7S ഒരു ക്യാമറ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് റെഡ്മി 7-നകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ അത് നടക്കത്തില്ല. കാര്യം ആ ആപ്ലിക്കേഷൻ അവിടെ റൺ ചെയ്യില്ല. കാര്യം അത് ആപ്ലിക്കേഷൻ അവിടെ ഇൻസ്റ്റാൾ പോലും ആവത്തില്ല. കാര്യം അത് റെഡ്മി 7 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. കാര്യം ഈ ഒരു ആപ്ലിക്കേഷനെ ഇതിനകത്ത് സപ്പോർട്ട് ആകത്തുള്ളൂ. കാര്യം ഓരോ ക്യാമറ ഇപ്പം ഓരോ മൊബൈൽ ഓരോ സീരീസിനനുസരിച്ച് അതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനും വ്യത്യാസം കാണും. അതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ്റെ കോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം തന്നെ വ്യത്യാസം കാണും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഇട്ട് യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ മൊബൈലിൻ്റെ തന്നെ ഒറിജിനൽ ക്യാമറ യൂസ് ചെയ്തെടുക്കുന്ന ഫോട്ടോ ക്വാളിറ്റി നിങ്ങൾക്ക് തേർഡ് ക്യാമറ യൂസ് ചെയ്തെടുക്കുന്ന ഒരു ക്യാമറയ്ക്കും കിട്ടില്ല. അപ്പോൾ ഒറിജിനൽ ക്യാമറയ്ക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ തേർഡ് പാർട്ടിയായിട്ട് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒറിജിനൽ ക്യാമറയിലെടുത്ത് ഫോട്ടോസ് നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് അതേ രീതിയിൽ തന്നെ തേർഡ് പാർട്ടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷനായിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങൾ നോക്കുക. എന്നിട്ട് രണ്ടും കമ്പാരിസൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെറ്റർ ക്വാളിറ്റി, ഏതാണ് ബെറ്ററായിട്ട് വരുന്ന കളറെന്ന്. കാര്യം ഒറിജിനൽ ക്യാമറ ആപ്ലിക്കേഷനകത്ത് തരുന്ന അത്രയും ഒരു പിക്സൽസ് അല്ലെങ്കിൽ എത്ര ഒരു പിക്സലിൻ്റെ ഒരു ക്ലാരിറ്റിഫിക്കേഷൻ മറ്റൊരു ക്യാമറയ്ക്ക് പെയ്ഡ് വേർഷനായിട്ട് മേടിക്കുന്ന ഒരു ക്യാമറയ്ക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് എടുക്കുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷന് കിട്ടണമെന്നില്ല. ഇപ്പം ഞാനിവിടെ പരിചയപ്പെടുത്തിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ഇത് മെയിനായിട്ട് പറഞ്ഞിരുന്നത് വീഡിയോസ് എടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ആപ്ലിക്കേഷനാണ്. കാര്യം അത് പറയാനുള്ള കാര്യം, നിങ്ങളിപ്പം പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബറാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലായിട്ട് വീഡിയോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ ക്യാമറയിൽ നിന്നും ഏറ്റവും കൂടുതൽ നല്ലത് തേർഡ് പാർട്ടിയായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറ ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. കാര്യം തേർഡ് പാർട്ടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷനകത്ത് ആ ഒരു സെറ്റിങ്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പം മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഒറിജിനൽ മൊബൈലിൻ്റെ ക്യാമറയ്ക്കകത്ത് മൈക്ക് എടുക്കണമെന്നില്ല, തേർഡ് പാർട്ടിയായിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറയ്ക്കകത്തായിരിക്കും ചിലപ്പോൾ മൈക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളവർക്ക് തേർഡ് പാർട്ടിയായിട്ടുള്ള ക്യാമറ യൂസ് ചെയ്യാം. പിന്നെ തേർഡ് പാർട്ടിയായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ക്യാമറ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറക്കുന്ന കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എനിവേ ഗൈസ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു. എനിവേ ഗൈസ്, ഇന്ന് വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ ലിങ്ക് താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. എല്ലാം ഫ്രീ വേർഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ആപ്ലിക്കേഷനാണ്. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ഫോളോ ചെയ്യുക. എല്ലാവരും അതിലൂടെയും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.
താങ്ക്